അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനും മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ, അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പടച്ചവനെ മനുഷ്യന്റെ രൂപത്തിലാണ് ജിബ്രീൽ കടന്നു വന്നത്. അങ്ങനെ നബിതങ്ങളും ജിബ്രീലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ എന്ന് പറയുന്ന ഒരു സ്വഹാബി ഇങ്ങനെ വഴിയിലൂടെ നടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ട സ്വഹാബി ഇങ്ങനെ കടന്നു വരികയാണ്. നബിതങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അബൂദർ കണ്ടപ്പോ അവിടെ നിന്ന് ചിന്തിച്ചു, പടച്ചവനെ എന്തോ വലിയ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയിൽ കയറി സലാം പറഞ്ഞിട്ട് ആ ചർച്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. അതുകൊണ്ട് അബൂദർ മിണ്ടാതെ നടന്നുപോയി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ അബൂദർ ഇങ്ങനെ സലാം പറയാതെ നടന്നു പോകുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? അബൂദർ സലാം പറഞ്ഞില്ലല്ലോ. സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നു, ജിബ്രീൽ, എന്റെ അബൂദറിനെ നിനക്കറിയുമോ? എന്റെ അബൂദറിനെ നിനക്കറിയുമോ? അത് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? ആ അബൂദറിനെ മദീനക്കാർക്ക് പോലും അറിയാത്ത സമയമാ. ആ അബൂദറിനെ കുറിച്ചാണ് ജിബ്രീൽ പറയുന്നത്, എനിക്കറിയാൻ നബിയേ, എനിക്കറിയാൻ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെയാണ് പരിചയമുള്ളത്? ആ സമയത്താണ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ്അ അസ്റഫിൽ അർദി. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്ന, ദുനിയാവിലെ ജനങ്ങൾക്ക് അബൂദറിനെ അറിയില്ലെങ്കിലും ഏഴാകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും ഈ അബൂദറിന്റെ പേര് പറയും നബിയേ. അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല, അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല. ഏതു മലക്കിനോട് ചോദിച്ചാലും അബൂദറിന്റെ പേര് പറയും. കാരണം അബൂദർ VVIP ആണ്. ദുനിയാവിലെ VVIP അല്ല, മലക്കുകളുടെ ലോകത്തിലെ VVIP ആണ് അബൂദർ. എല്ലാ മലക്കുകൾക്കും പരിചയമുള്ള സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലേ, എന്റെ അബൂദറിനെ നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കിയത്? എന്റെ അബൂദറിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയമുള്ളത്? ആ അബൂദറിനെ സ്നേഹിക്കാനുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അബൂദറിനൊരു നല്ല സ്വഭാവമുണ്ട് നബിയേ. അബൂദറിനൊരു നല്ല സ്വഭാവമുണ്ട് നബിയേ. എന്താണ് അബൂദറിന്റെ സ്വഭാവമെന്നറിയുമോ? അബൂദർ ഒരു പരിത്യാഗിയായിരുന്ന സ്വഹാബിയാ, ഒരു പരിത്യാഗിയായ സഹാബിയാ. പച്ച മലയാളത്തിൽ പറഞ്ഞ അബൂദറിന് ദുനിയാവിനോട് വെറുപ്പായിരുന്നു, ദുനിയാവിനോട് വെറുപ്പായിരുന്നു, ആഖിറത്തോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അബൂദർ ദുനിയാവിനെ വെറുത്തു, ആഖിറത്തെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ അബൂദറിനെ സ്നേഹിച്ചു എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ കേൾക്കാമെന്നിരിക്കുന്ന മുസ്ലിമേ, നമുക്ക് നേരെ തിരിച്ചാടോ? നമുക്ക് അതാ ദുനിയാവ് മതി, ആഖിറം നമുക്ക് വേണ്ട. മരണവും ഖബറും നരകവും പരലോകവും ഒന്നും നമുക്ക് ഇഷ്ടമല്ല. പടച്ചവനെ ഉസ്താദേ, മരണവും ഖബറുമല്ലാതെ വേറെ വിഷയമില്ല. എവിടെ പോയാലും മരണവും നരകവും ഖബറും പരലോകവും സിറാത്തും മീസാനും ഇതല്ലാതെ വേറെ ഒന്നും പറയാറില്ല. മരണത്തെ കുറിച്ച് പറയുന്നത് പോലും നമുക്കിഷ്ടമല്ല. പടച്ചവനെ, ദുനിയാവ്
മതിയടോ, ദുനിയാവ് മതിയടോ, ദുനിയാവിനോട് വല്ലാത്ത സ്നേഹമാണ്. എങ്കിൽ അബൂദർ അങ്ങനെയല്ല. അബൂദറിന് ആഖിറം മതി, മരണത്തിനു ശേഷമുള്ള ജീവിതം മതി. ആ ജീവിതത്തെ കുറിച്ച് മാത്രമേ ഓർമ്മയുള്ളൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങി, നിങ്ങൾ നാളത്തേക്ക് വേണ്ടി കരുതി വെക്കാൻ പാടില്ല. അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, പിന്നെ തന്റെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപ കിട്ടിയാലും വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് എത്ര ലക്ഷം കിട്ടിയാലും അത് പാവങ്ങൾക്ക് കൊടുക്കുകയാ. കാരണം അല്ലാഹു പറഞ്ഞത് കൂട്ടിവെക്കരുതെന്നാണ്. അബൂദർ അങ്ങനെയാണ്. അങ്ങനെ കൂട്ടിവെക്കുന്നവരെയും ഇഷ്ടമല്ല. സ്വഹാബാക്കളോട് പറയും, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് കൊടുക്ക്. ഇങ്ങനെ വീട് കെട്ടല്ല്, നിങ്ങൾ പണം സൂക്ഷിച്ചു വെക്കല്ല്. ഇതൊക്കെ നാളെ അല്ലാഹു തീയുടെ മാലയായി നിന്റെ കഴുത്തിൽ തൂക്കിയിടുമെന്ന് അബൂദർ സ്വഹാബത്തിന്റെ വീടിന്റെ മുറ്റത്ത് ചെന്ന് വഅദ് പറയുകയാണ്. സഹികെട്ടിട്ട് സഹാബത്ത് നബിയോട് ചെന്ന് പരാതി പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറയുന്ന അവസ്ഥയെത്തി. പടച്ചറപ്പേ, നബി തങ്ങൾ അബൂദറിനെ വിളിച്ചിട്ട് ചോദിച്ചപ്പോ അബൂദർ പറഞ്ഞത് അള്ളയല്ലേ പറഞ്ഞത് കൂട്ടിവെക്കാൻ പാടില്ലെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകനൊന്നും മിണ്ടിയില്ല. അബൂദറിന്റെ സ്വഭാവത്തിന് മാറ്റമില്ലടോ, അബൂദറിന്റെ സ്വഭാവത്തിനൊരു മാറ്റമില്ല. നബിതങ്ങളെ വഫാത്തായി, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഖലീഫയായി. അപ്പോഴും അബൂദറിന്റെ വഅദ് പറഞ്ഞതിൽ കൂടുതലല്ലാതെ കുറഞ്ഞിട്ടില്ല. അങ്ങനെ അബൂബക്കർ തങ്ങളുടെ കാലം കഴിഞ്ഞു, ഉമർ തങ്ങളുടെ കാലഘട്ടം വന്നു. അപ്പോഴും അബൂദർ വഅദ് പറയാൻ തുടങ്ങി. ഉമർ തങ്ങളുടെ വഫാത്തായി. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം കടന്നു വന്നു. അപ്പോഴും വഅദ് പറയാൻ തുടങ്ങുകയാണ്. ജനങ്ങളുടെ പരാതി കൂടി. അവസാനം സഹികെട്ടിട്ട് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നാട് കടത്തുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ദുനിയാവിനെ ഇഷ്ടപ്പെടരുത്. ആഖിറത്തെ സ്നേഹിച്ചാൽ അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളെ സ്നേഹിക്കുകയാണ്. നമുക്ക് ദുനിയാവ് മതിയടോ, അധികാരം വേണം, ഒരുപാട് സമ്പത്തുണ്ടാക്കണം, ഹലാലോ ഹറാമോ നോക്കാറില്ല. തിന്നണം, കുടിക്കണം, സുഖിക്കണം, ആസ്വദിക്കണം. ഈ ചിന്തയല്ലാതെ മറ്റൊരു ചിന്തയുമില്ല. എല്ലാവർക്കും പണം മതിയല്ലോ, എല്ലാവർക്കും അധികാരം മതിയല്ലോ. പലരും പറയുന്നത്, ഉസ്താദേ, ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാ, ഈ ജീവിതം സുഖിക്കാനുള്ളതാ. നിങ്ങൾ പറയുന്നത് പോലെ സ്വപ്ന ലോകത്ത് ജീവിക്കാനുള്ളതല്ല. ജീവിക്കുന്ന കാലം അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ഹലാലും ഹറാമും നോക്കാതെ നടക്കുന്ന മുസ്ലിമേ, ഇന്നത്തെ ഉപ്പമാര് പഠിക്കേണ്ടതെന്നറിയുവോ? ഇന്നത്തെ ഉമ്മമാര് പഠിക്കേണ്ടതെന്തെന്നറിയുവോ? ഉമ്മമാര് സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വാചകമേതാ? 6ലും 7ലും 8ലും പഠിക്കുന്ന ചെറിയ മക്കളുണ്ടല്ലോ, ആ പ്രായപൂർത്തിയാകാത്ത മക്കളോട് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാ, വാപ്പ പറഞ്ഞു കൊടുക്കുകയാ, നല്ലതുപോലെ പഠിക്കണം മക്കള്, നല്ല മാർക്ക് വാങ്ങണം, ഉന്നത വിജയം നേടണം, നീ റാങ്കോട് കൂടി വിജയിക്കണം മോനെ, എങ്കിലേ നല്ല ജോലി കിട്ടൂ, നല്ല ജോലി ഉണ്ടെങ്കിലേ മോനെ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ. ഇന്നത്തെ ഉമ്മമാര് മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇന്നത്തെ ഉമ്മമാര് തന്റെ മക്കളോട് പറയുകയാണ്, ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പണം വേണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമകന് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നത് എന്തിനാണെന്നറിയോ? പണം എളുപ്പത്തിൽ ഉണ്ടാക്കാരാ, എളുപ്പത്തിൽ പണമുണ്ടാക്കണം. കാരണം ഉമ്മ പഠിപ്പിച്ചു കൊടുത്തത് പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. കഞ്ചാവ് കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ, ഹറാമായ വഴിയിലൂടെ പണം സമ്പാദിക്കുകയാണ്. ഇന്നത്തെ തലമുറയ്ക്കത് പഠിപ്പിച്ചു കൊടുത്തപ്പോ പടച്ചവനെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചവരാണ്. എന്റെ ജില്ലയാണ് കൊല്ലം ജില്ല, എന്റെ വീടിന്റെ പരിസരത്താണ് സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറിയ മകള്. അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോയത് എന്തിനാണെന്നറിയുവോ? പണത്തിനാ
സഹോദരാ, വിദ്യാഭ്യാസമില്ലാത്തവരല്ല, ഒരു കുടുംബക്കാരല്ലേ. പടച്ചവനെ ഇന്ന് പണം മതിയോടോ എല്ലാവർക്കും, ആരുമൊന്നും നോക്കുന്നില്ല. പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അത് കള്ള് കച്ചവടം ചെയ്തിട്ടാണെങ്കിലും, കൊലപാതകം ചെയ്തിട്ടാണെങ്കിലും, പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും, ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണെങ്കിലും, പടച്ചവനെ കുട്ടികളെ കടത്തിയിട്ടാണെങ്കിലും, എങ്ങനെയാണെങ്കിലും പണമുണ്ടാക്കണം, പണമുണ്ടാക്കണം, പണമുണ്ടാക്കണം. നിന്റെ മക്കളെ തകർത്തത് നിന്റെ ആർത്തിയാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാ, ഉപ്പ നീ ആരെ പോലെയാകണമെന്നറിയുവോ? നിന്റെ ജോലി എന്താണെന്ന് നിന്റെ മക്കൾക്കറിയില്ല, നിന്റെ ശമ്പളം എന്താണെന്ന് നിന്റെ മക്കൾക്കറിയില്ല. ചോദിക്കുന്നതിനനുസരിച്ച് വാരി വാരി മക്കൾക്ക് കൊടുക്കുമ്പോ നീ പഠിക്കേണ്ടത് ആരെയും അറിയുമോ? നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയെ പോലെ നിനക്കൊന്ന് ഉപദേശം കൊടുക്കാൻ കഴിയണം ബാപ്പാ. നീ ഉപദേശിക്കണം ബാപ്പാ. നിന്റെ മക്കളെ അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. ആ മക്കളെ ഉപദേശിക്കേണ്ട ബാധ്യത നിനക്കുണ്ട്. ഒരു വാപ്പാരെ പോലെയാകണമെന്നറിയുവോ? മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ നാട് കടത്തിയിട്ട് ഒറ്റയ്ക്കൊരു തമ്പ് കെട്ടിയിട്ട് ജീവിക്കുകയാണ്. ജനങ്ങളില്ലാത്ത, അയൽവാസികളില്ലാത്ത സ്ഥലത്ത് അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ഒറ്റയ്ക്ക് കഴിയുമ്പോ അവിടുത്തെ മരണം കടന്നു വരികയാ. സക്കറാത്തിന്റെ അവസ്ഥ കടന്നു വന്നപ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി മരണമെടുത്തെന്ന്. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി തന്റെ ഭാര്യയെയും മക്കളെയും വിളിക്കുകയാണ്. എന്നിട്ട് അവർക്ക് വേണ്ട ഉപദേശം കൊടുക്കുകയാണ്. എന്നിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ വാപ്പ പാവപ്പെട്ടവനാ, ഉപ്പാടെ കയ്യിലൊന്നുമില്ല, നിങ്ങൾക്ക് വേണ്ടി വാപ്പ ഒന്നും കരുതി വെച്ചിട്ടില്ല. ഒരുപാട് സമ്പത്തുള്ളവനായിരുന്നു നിങ്ങളുടെ വാപ്പ. കണ്ണു കുടിച്ച് കളഞ്ഞതല്ല, ചൂതാടിയിട്ട് കളഞ്ഞതല്ല, പെണ്ണ് പിടിച്ചിട്ട് കളഞ്ഞതല്ല. വാപ്പാടെ സമ്പത്ത് മുഴുവനും പാവങ്ങൾക്ക് കൊടുത്തതാ. അതുകൊണ്ട് ഉപ്പാനെ വെറുക്കല്ലേ, ഉപ്പയോട് ദേഷ്യം വെക്കല്ലേ. വാപ്പ മരിച്ചാ കഫം തുണി വാങ്ങാ പൈസ ഇല്ല മക്കളെ, വാടകയിലൊന്നുമില്ല. പടച്ചവനെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആരോടാ പറയുന്നത്? ആൺകുട്ടികളോടല്ല. അബൂദർ എന്ന് പറയുന്ന സ്വഹാബിക്ക് 3 പെമ്മക്കളാണുള്ളത്. ആ 3 പെമ്മക്കളെ വിളിച്ചിരിയ പറയുകയാണ്, പാവപ്പെട്ടവനാണ്, ഉപ്പാടെ കയ്യിലൊന്നുമില്ല, കഫത്തുണി വാങ്ങാൻ പോലും ഉപ്പാടെ കയ്യിൽ പൈസ ഇല്ല. എന്നാലും എന്റെ മക്കൾ എന്നെ ഓർത്തിട്ട് സങ്കടപ്പെടണ്ട. ഞാൻ മരിച്ചാ എന്നെ എങ്ങനെയാണ് കഫം പൊതിയുന്നത്? എന്നെ എങ്ങനെയാണ് കഫം പൊതിയുന്നത്? ആരാണ് കബറടക്കുന്നത്? മക്കളെ, നിങ്ങൾ എന്റെ വിഷയമോർത്തിട്ട് സങ്കടപ്പെടണ്ട, ഒരു ബേജാറും വേണ്ട. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞ എന്റെ ജനാസ കുളിപ്പിക്കണേ. എന്നിട്ട് ജനങ്ങളെ നടന്നു പോകുന്ന വഴിയുണ്ടല്ലോ, ആ വഴിയോരത്ത് എന്റെ ജനാസ കൊണ്ടുപോയി വെക്കണം. എന്റെ ജനാസ കൊണ്ടുപോയിട്ട് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയോരത്ത് വെക്കണം. അതാ ഉംറ കഴിഞ്ഞ ആൾക്കാര് വരുന്നത് കാണാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ നിന്ന് ഉംറ കഴിഞ്ഞു വരുന്നവരെ കണ്ടാ അവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തില് എന്റെ ജനാസ പൊതിഞ്ഞിട്ട് കബറടക്കാ നിങ്ങൾ വിളിച്ചു പറയണേ മക്കളെ. അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ലോകത്തോട് യാത്ര പറഞ്ഞു. വാപ്പ പറഞ്ഞതുപോലെ മക്കൾ ഉപ്പയുടെ ജനാസ എടുത്തു വഴിയോരത്ത് കൊണ്ടുപോയിട്ട് കാത്തു നിൽക്കുകയാ. ഒരുപാട്
സമയം കഴിഞ്ഞപ്പോ അതാ വരികയാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്തിട്ട് 70ഓളം വരുന്ന ഒരു സംഘം വരികയാ. ആരാ നേതാവെന്നറിയുവോ? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബിയുടെ നേതൃത്വത്തിൽ 70ഓളം വരുന്ന ഒരു സംഘം ഉംറ കഴിഞ്ഞ് വരുമ്പോ 3 പെൺമക്കളും മാറി നിൽക്കുകയാണ്. വിളിച്ചു പറയുന്നു, ജനങ്ങളെ, ഞങ്ങളുടെ വാപ്പയാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തില് ഞങ്ങളുടെ വാപ്പയുടെ ജനാസ പൊതിഞ്ഞിട്ട് കബറടക്കണേ. മക്കള് വിളിച്ചു പറയുമ്പോ സൽമാന് തങ്ങളെ ചിന്തിക്കുന്നു, ആരാ അല്ലാഹ്, ഇത്രയും വലിയ പാവപ്പെട്ട സ്വഹാബിയാരാ? സൽമാന് തങ്ങളുടെ മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങ് മാറ്റുമ്പോ ആരാ കിടക്കുന്നതെന്നറിയുവോ? മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞു, അല്ലാഹുവേ, സൽമാൻ തങ്ങൾ വിളിച്ചു പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാണ്. ഈ അബൂദറിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് സത്യമാണ്. അവരുടെ കയ്യിലിരുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തില് അബൂദർ തങ്ങളുടെ ജനാസ പൊതിഞ്ഞിട്ട് അവിടുന്ന് നിസ്കരിച്ച് കബറടക്കി എന്ന് ചരിത്രം അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട വാപ്പ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ മക്കളെ നീ ഒന്ന് ഉപദേശിക്കണേ. ഹലാലും ഹറാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്. അള്ളയാരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിന്റെ ജോലിയാണ്. നിന്റെ മക്കൾക്ക് അള്ളയാരാണെന്നറിയില്ല. അല്ലാഹുമായിട്ട് നിന്റെ മക്കൾക്കൊരു ബന്ധവുമില്ല. അറിയാത്തത് കൊണ്ടാണ് നിന്റെ മക്കൾ പരീക്ഷയ്ക്ക് തോൽക്കുമ്പോ തൂങ്ങിച്ചാവാ തയ്യാറാകുന്നത്. ഫോൺ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ, ബൈക്ക് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ, ടൂറിന് വിട്ടില്ലെങ്കിൽ, മക്കളെ കയറിയിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അള്ളയാരാണെന്ന് നീ പഠിപ്പിച്ചു കൊടുത്തില്ല. നീ പണമുണ്ടാക്കാനുള്ള എളുപ്പവഴി പറഞ്ഞു കൊടുത്തു. ഇന്ന് ഉമ്മമാര് മക്കളോട് പറയുന്നത് പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂന്ന. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കുട്ടികൾ മയക്കുമരുന്ന് കച്ചവടം. എന്തിനാ കച്ചവടം നടത്തുന്നത്? എളുപ്പത്തിൽ പണമുണ്ടാക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പൊ കണ്ടില്ലേ, ഒരു കുട്ടിയെ അടിച്ചുകൊണ്ട് പോയി. എന്തിന്? പണത്തിന് വേണ്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പെൺകുട്ടികൾക്ക്, പണ്ടൊരു പെൺകുട്ടിക്ക് കല്യാണ ആലോചന വരുമ്പോ കുട്ടി പറയും, എനിക്ക് വേണ്ടാന്ന്, എനിക്ക് കല്യാണം വേണ്ട. അങ്ങനെ ഒരു പെണ്ണ് പറഞ്ഞാൽ അതിൽ മനസ്സിലാകും ആ കൊച്ചിന് പ്രണയം ഉണ്ടെന്ന്. അത് പണ്ട്. ഒരു കുട്ടി പറയുന്നു, എനിക്കിപ്പോ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു വാശി പിടിക്കുമ്പോ പണ്ടെന്ത് ചിന്തിക്കും? പടച്ചവനെ, ഈ കുട്ടിക്ക് എന്തോ പ്രണയമുണ്ട്, മോളെ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പണ്ട് ചോദിക്കും. ഇപ്പൊ ചോദിക്കത്തൊന്നുമില്ല. കാരണം ഇപ്പൊ പ്രണയമൊന്നുമില്ല, തേപ്പൽ മാത്രമല്ലേ ഉള്ളൂ. തേക്കാ ഓടാ ഒളിക്കുന്ന പറ്റിക്കുന്ന കാലമല്ല. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ പെൺകുട്ടികളോട് കല്യാണ ആലോചനയെ കുറിച്ച് പറയുമ്പോ പറയും, എനിക്കിപ്പോ കല്യാണം വേണ്ട. എന്തേ മോളെ കല്യാണം വേണ്ട എന്ന് പറയുന്നത്? ഞാൻ ജോലിയായിട്ടേ കല്യാണം കഴിക്കുന്നുള്ളൂ. ഇന്നത്തെ പെൺകുട്ടികൾ പറയുന്ന ഒരു വാചകം, ഞാൻ ജോലി കിട്ടിയിട്ടേ ഞാൻ പെണ്ണ് കിട്ടുന്നുള്ളൂ. അതെന്തേ മോളെ? അല്ല, എന്റെ ഭർത്താവിന്റെ പൈസ കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല, ഞാനും കൂടെ ജോലിക്ക് പോയി ഉണ്ടാക്കിയാലേ കുടുംബജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. ഇത് ആര് പഠിപ്പിച്ചു കൊടുത്തു? എന്റെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ തലമുറ പറയുന്നത്, അവൾ ആദ്യം തന്നെ പറയാ, എന്നെ കെട്ടുന്നവന് എന്നെ പോറ്റാനുള്ള ഗതിയൊന്നുമില്ല. അവൾ ആദ്യമേ പറയാ, ഒരു മുഴം മുമ്പേ അറിയാ, എന്നെ കെട്ടുന്നവൻ അധ്വാനിക്കുന്ന പണം കൊണ്ട് ഒരിക്കലും കുടുംബം പോറ്റാൻ പറ്റത്തില്ല. ഞാനും കൂടെ ഗവൺമെന്റ് ജോലി ആയാലേ കുടുംബത്തെ പോറ്റാൻ പറ്റൂ. എന്നാ പെങ്ങളെ, വാപ്പ എങ്ങനെ IPS കാരനായിരുന്നു, ഉമ്മ അര ഡിഗ്രിക്കാരിയോ? ഇങ്ങനെ പറയുന്ന 5ാം ക്ലാസ്സും ഗുസ്തി എടുത്തതാ ഇവന്റെ തള്ളയും വാപ്പയും ഉമ്മയും. വാപ്പ IPS കാരനൊന്നും ആയിരുന്നില്ല. ഇന്നത്തെ തലമുറ പഠിക്കേണ്ട ഒരു കാര്യം, എന്റെ പെങ്ങളോട് പറയുന്നത്, അള്ളാന്റെ ദീൻ പറഞ്ഞ് എന്തെന്നറിയോ? പെണ്ണിന് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവൻ മാത്രമേ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ. കെട്ടി ഒരാൾ വിവാഹം കഴിക്കുന്നവന് വേണ്ട യോഗ്യത, താൻ വിവാഹം കഴിക്കുന്ന പെണ്ണിന് ചെലവിന് കൊടുക്കാൻ ഗതിയുള്ളവൻ മാത്രം പെണ്ണ് കെട്ടണം. അല്ലാത്തവൻ ദിക്റും പറഞ്ഞ് നടക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ ഈമാൻ തരുമാറാകട്ടെ. എടാ, കെട്ടിയ പെണ്ണിന് ചെലവിന് കൊടുക്കാൻ ഗതിയില്ലാത്തവൻ പെണ്ണ് കെട്ടാൻ പാടുണ്ടോ? നിങ്ങൾ പറ, പാടുണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഇല്ലേ?
ദിക്റും പറഞ്ഞു കിടക്കണം. എന്നാ പെൺകുട്ടി എന്താ പറയുന്നത്? ഇവന്റെ കാശ് കൊണ്ട് എന്തായാലും ജീവിക്കാൻ പറ്റത്തില്ല, ഇവൻ ഒരു, ഞാൻ ഒന്നും പറയണില്ല, ഈമാൻ തരുമാറാകട്ടെ. ഇന്നത്തെ കൺസെപ്റ്റ് അതായി പോയി. എടാ പെണ്ണെ, നിനക്ക് ചെലവിന് തരേണ്ട ബാധ്യത ഭർത്താവിന്റെ. നിന്നെ ജോലിക്ക് വിട്ടിട്ട് ജീവിക്കുന്നവന് വേറെ പേര് പറയും. നിന്നെ ജോലിക്ക് വിടണ്ടായൊന്നോ പഠിപ്പിക്കണ്ടായൊന്നും ഞാൻ പറഞ്ഞതിൽ അർത്ഥമില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പെണ്ണുങ്ങൾ എന്തെങ്കിലും പറയാൻ പേടിയ, ഇവരെന്തെങ്കിലും പറഞ്ഞ നിയമം വേറെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ 8 കൊല്ലം മുമ്പ് ഒരു പ്രസംഗം നടത്തി. ആ തുടക്കകാലത്ത് എവിടെയോ വയലു പറയുമ്പോൾ ഞാൻ പറഞ്ഞു പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. ഇപ്പൊ 29 കേസുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വനിതാ കമ്മീഷന് 28 കേസ്, 29 കേസിലെ പ്രതി. എന്തിന്? പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 വഴിയുണ്ടെന്ന് പറഞ്ഞേനാ. ഉസ്താദന്മാരൊക്കെ ശ്രദ്ധിക്കണം, മൈക്കിട്ടുമ്പോ ഒന്നും പറഞ്ഞേക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ജോലിക്ക് വിടണ്ടെന്നോ പഠിക്കണ്ടെന്നോ ഞാൻ പറഞ്ഞില്ല. മാക്സിമം പഠിച്ചോ നിങ്ങൾ. അൽഹംദുലില്ലാ, നിങ്ങൾക്ക് നല്ല ഗവൺമെന്റ് ജോലിയൊക്കെ. ഇന്ന് മുസ്ലിം സമുദായത്തിന് ഗവൺമെന്റ് ജോലി വളരെ കുറവാ. എല്ലാവരും പഠിക്കണമല്ലോ. നമുക്ക് പഠിക്കാൻ പറ്റിയില്ല, നമ്മുടെ മക്കളെയെങ്കിലും പഠിപ്പിക്കണം, നല്ല നിലയിലാക്കണം. അല്ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഭാവി നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് ദുനിയാവിനെ വലിച്ചെറിഞ്ഞേരെ ദുനിയാവിന്റെ പുറകെ നടന്ന പറ്റിക്കും, തേച്ച് കളയും ദുനിയാവ് നമ്മളെ. ഒരുപാട് പേരെ പറ്റിച്ചില്ലേ? എടാ, ദുനിയാവെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ദുനിയാവിനെ പിടിക്കാൻ പോയാൽ ദുനിയാവ് നമ്മളെ പറ്റിക്കും. ഒരു ശിഷ്യൻ ഗുരുവിനെ കാണാൻ പോയി. ഉസ്താദിനെ നല്ല ജോലിയും പൈസയൊക്കെ ആയപ്പോ ഉസ്താദിനെ ഗുരുനാഥനെ കാണാൻ വേണ്ടി ഒരു ശിഷ്യൻ പോയി. ഉസ്താദിന്റെ അടുക്ക പോയി കണ്ടിട്ട് നമ്മൾ കൈമടക്കി കൊടുക്കണ പോലെ ശിഷ്യൻ പറഞ്ഞു, ഉസ്താദ് ഒരു സ്വർണ്ണ നാണയുണ്ട്, ഇത് സ്വീകരിക്കണം. എന്റെ ഒരു സന്തോഷത്തിന് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു. ഉസ്താദ് പറഞ്ഞു, ദുനിയാവ് എനിക്ക് വേണ്ട മോനെ, ഇതൊക്കെ ദുനിയാവ് എനിക്ക് വേണ്ട. ശിഷ്യനോട് പറഞ്ഞു, ദുആയൊക്കെ ചെയ്യാ, അൽഹംദുലില്ലാഹ് റാഹത്ത്, എനിക്ക് ദുനിയാവ് വേണ്ട, നീ വേണ്ട. ഉസ്താദ് സ്വർണ്ണ നാണയം സ്വീകരിച്ചില്ല. ഇറങ്ങി പോകുന്ന വഴിയിൽ ശിഷ്യന് വല്ലാത്ത സങ്കടം വന്നു. ഉസ്താദ് മേടിച്ചില്ലല്ലോ. ഉസ്താദിന്റെ ചെരുപ്പിരിക്കുന്ന കണ്ടു. ആ ചെരുപ്പിനകത്ത സ്വർണ്ണ നാണയിട്ടിട്ട് ചങ്ങാതി പോയി. ഉസ്താദ് ശിഷ്യന്മാരുടെ കൂടെ ഇറങ്ങി വന്നപ്പോ തന്റെ ചെരുപ്പിനകത്ത് സ്വർണ്ണ നാണയം കിടക്കുന്നത് കണ്ടപ്പോൾ ഉസ്താദ് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തു, ദുനിയാവെന്ന് പറഞ്ഞാൽ ഇതാ, വേണ്ട എന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞാൽ അത് ഇതുപോലെ കാൽച്ചുവട്ടിൽ വന്ന് കിടക്കും. പിടിക്കാൻ പോയാൽ നമ്മളെ പറ്റിച്ചു കളയും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവ് വേണ്ടെന്ന് പറഞ്ഞു വലിച്ചെറിയ. ഈ ദുനിയാവ് പറ്റിച്ചവരാ. ഒരുപാട് പേരെ ചതിച്ചില്ലേ, പറ്റിച്ചില്ലേ? എന്തിനാ? ഇതൊക്കെ കൊണ്ട് നിനക്ക് എന്ത് നേടാനാ? നിന്റെ ഉപ്പ പോയപ്പോ എന്ത് കൊണ്ടുപോയി? നീ വാങ്ങിക്കൊടുത്ത 3 കഷ്ടം തുണിയും കുറച്ചു പഞ്ചിയും 1 കുപ്പി അത്തറുമല്ലാതെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കൾ എന്താണ് കൊണ്ടുപോയത്? അതുകൊണ്ട് ദുനിയാവിനെ വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്തെ ഇഷ്ടപ്പെട്. മരണത്തിനെ കുറിച്ച് ചിന്തിക്ക്. ആസ്വദിച്ചും കളിച്ചും ചിരിച്ചും സുഖിച്ചും നടക്കുന്ന ചെറുപ്പക്കാരാ, അതേ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ജീവിതം സുഖിക്കാനുള്ളതാണ്. നിങ്ങൾ എത്ര വാഴ്ന്നു പറഞ്ഞാലും ഞങ്ങൾ മാറൂല. നിങ്ങൾ വെറുതെ കിടന്ന് ചലയ്ക്കുന്നതാണെന്ന് പരിഹസിക്കുന്ന യുവത്വമേ, മോനെ ചിരിച്ചോടാ, കളിച്ചോ, ആസ്വദിച്ചോ. ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. തുഅമ്മീലു ഫിദ്ദുനിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്ക്. കുല്ലും മ്രിഇൻ മോ സബ്ബഹു ഫീ അഹ്ലിഹി والموت ودنا من شراك نعله. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ഭാര നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുമ്പോ, പഠിച്ചവനെ എന്റെ ഉപ്പമാര് പറയുന്ന, ഉസ്താദേ വഅദ് കേൾക്കുമ്പോ നന്നാകണമെന്നുണ്ട്, ഉസ്താദേ വഅദ് കേൾക്കുമ്പോ നന്നാകണമെന്നുണ്ട്. നിസ്കരിക്കണം, ഖുർആൻ ഓതണം, ശരീരം മറയ്ക്കണം, ദുസ്വഭാവങ്ങളെ മാറ്റണം. പക്ഷേ പറ്റുന്നില്ലെന്ന് സങ്കടം പറയുന്ന ചെറുപ്പക്കാരാ, മോനെ നന്നാകണോ? നന്നാകാൻ
ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. 5 നയാ പൈസയുടെ ചെലവില്ല, ഒരു പ്രയാസവുമില്ല, ഒരു ഡോക്ടറെയും കാണണ്ട. നിന്റെ ദുസ്വഭാവങ്ങൾ മുഴുവനും മാറിയിട്ട് നിനക്ക് ഒരു നല്ല മനുഷ്യനാകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാ. പഠിച്ചവനെ എളുപ്പത്തിൽ നന്നാകാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. വാപ്പാ, പ്രായം ചെന്നിട്ടും അഹങ്കാരത്തിന് കുറവില്ലല്ലോ. എന്തെല്ലാം ദുസ്വഭാവങ്ങളാണ് നിന്റെ ജീവിതത്തിലുള്ളത്. ഇതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമയാകാൻ നിനക്ക് കൊതിയുണ്ടോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് നന്നാകണം നബിയേ, എനിക്കൊരുപാട് ഇബാദത്തുകൾ ചെയ്യണം നബിയേ, വല്ലാത്ത മടി വരുന്നു നബിയേ, അതുകൊണ്ട് ഒരു വഴി പറഞ്ഞു തരാറ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ചെന്ന് ചോദിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വഅദ് കേൾക്കാമെന്ന ചെറുപ്പക്കാരാ, ഉസ്താദേ, എനിക്ക് വല്ലാത്ത ധൈര്യമാ. ഏതു പാതിരാത്രിയും ഒറ്റയ്ക്ക് ഏത് ഇടപെടിയിലൂടെയും നടന്നു പോകാൻ ധൈര്യമുള്ളവനാണ്. എനിക്ക് യക്ഷിയെയും പ്രേതത്തെയൊന്നും എനിക്ക് പേടിയില്ല ഉസ്താദ് എന്ന് വീമ്പെടുക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് കഴിയുമോടാ മോനെ? ഈ വഅദ് കേൾക്കാമെന്നാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാ. 2 മണിക്ക് ഏത് ഇരുട്ടുള്ള വഴിയിലൂടെ ഏത് പറമ്പിലൂടെയും നീ ഒറ്റയ്ക്ക് നടന്നു പോകുമെങ്കിൽ വഅദ് കേൾക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാ. പാതിരാത്രി 1 മണിക്കോ 2 മണിക്കോ പോകാൻ സിറാജ് പറയുന്നില്ല. നാളെ ഒരു 10:30 ഇവിടത്തെ പള്ളിയിൽ നിനക്കൊന്ന് പോകാൻ പറ്റുമോ? ഇവിടത്തെ പള്ളിയിൽ നിനക്കൊന്ന് പോകാൻ പറ്റുമോ? ബൈക്ക് കൊണ്ടുവന്ന് പള്ളിയുടെ വെളിയിൽ നിർത്തിയിട്ട് ആ പള്ളിയിലേക്ക് കയറിയിട്ട് പള്ളിയുടെ പുറകിൽ ഒരു ഖബർസ്ഥാൻ ഉണ്ടല്ലോ, ആ ഖബർസ്ഥാനിൽ ഒരു ഖബർ കുടിച്ചിട്ടിരിക്കുന്നത് കാണാ. നേരത്തെ കുടിച്ചിടുമല്ലോ, ഒരു ഖബർ കുടിച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് കാണാൻ ചെറുപ്പക്കാരാ. ആ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് ആ പലക എടുത്ത് മാറ്റിയിട്ട്, മോനെ, നട്ടെല്ലിന് ഉറപ്പുണ്ടെങ്കിൽ ആ ഖബറിനകത്ത് ഇറങ്ങിയിട്ടൊന്ന് കിടക്കടാ. പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്ത് ഒറ്റക്കിറങ്ങിയിട്ട് ഒന്ന് കിടക്കാൻ നിനക്ക് കഴിയുമോ വാപ്പാ? നിന്റെ കൈകാല് വിറയ്ക്കും ചെറുപ്പക്കാരാ, ശരീരം വിയർത്തു ഒഴുകുമടാ, നീ പേടിക്കുമടാ ചെറുപ്പക്കാരാ. തന്റെ ഇടമുണ്ടെങ്കിൽ പോയി കിടന്നു നോക്കടാ. പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് ഒറ്റയ്ക്ക് പോയി കിടക്കാൻ നിനക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ ഒന്ന് പോയി കിടക്കടാ ചെറുപ്പക്കാരാ. കിടക്കാൻ നിനക്ക് പേടിയാ മോനെ, കാരണം ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. പേടിയാടാ ചെറുപ്പക്കാരാ. മുടി നരച്ചു പോയ 50ഉം 60ഉം വയസ്സുള്ള വാപ്പാ, നിനക്ക് ധൈര്യമുണ്ടോ? നിന്റെ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്ത് ഇറങ്ങിയിട്ടൊന്ന് കിടക്കാൻ കഴിയില്ല വാപ്പാ. ചിലപ്പോ നിന്നെ അതിനകത്ത് തന്നെ അടക്കേണ്ടി വരും. അതുകൊണ്ട് പറയുകയാ, ഖബറിനകത്ത് ഇറങ്ങാൻ ഞാൻ പറയുന്നില്ല. ആ ഖബറിന്റെ മുകളിൽ അടച്ചു വെച്ചിരിക്കുന്ന വിരിപ്പുകൾ എടുത്ത് മാറ്റിയിട്ട് നീ താഴേക്ക് നോക്ക്, ചുറ്റുഭാഗത്തേക്ക് നോക്ക്. ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, കുടസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ.
സുറൂറായി നീ കിടക്കും മറുകരാ. നന്നാകും ബാബാ. കള്ള് കുടിക്കുന്നവനെ, കഞ്ചാവടിക്കുന്നവന്, ദുസ്വഭാവങ്ങളുമായി നടക്കുന്നവന്, പള്ളിപ്പറമ്പില് കുടിച്ചിട്ടിരിക്കുന്ന കബറിന്റെ ചാരത്ത് ചെന്നാൽ നിന്നെ പോലെ നാട് വിറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരവിടെ കിടക്കുന്നുണ്ടടാ. അവന്റെ അതാ ഈ നാട് വിറപ്പിച്ച ഒരുപാട് മഹാന്മാര്, നേതാക്കന്മാരുണ്ടല്ലോ, ഗുണ്ടകളുണ്ടല്ലോ. നിന്നെ പോലെ നടന്നവന്മാര് പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ടടാ. അവന്റെ കബറിന്റെ മുകളിൽ നട്ടിരിക്കുന്ന പച്ച ചെടിയിലേക്ക് നോക്ക്. ആ ചെടി പറയുകയാ, ഞാനിങ്ങനെ നെഞ്ചു വിരിച്ചു നിൽക്കുന്നത് വെള്ളമൊഴിച്ചിട്ടല്ല, വളമിട്ടിട്ടല്ല. എന്റെ താഴെ കിടക്കുന്നവന്റെ തലച്ചോറിലെ വളം വലിച്ചെടുത്തിട്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നന്നാകാനുള്ള എളുപ്പ വഴി എന്തെന്നറിയുവോ? ഖബർ സിയാറത്ത് ചെയ്യ്. പെങ്ങളെ, നീ സിയാറത്തിന് പോകാൻ ഞാൻ പറയുന്നില്ല. നിനക്ക് നന്നാകാനുള്ള എളുപ്പവഴി എന്തെന്നറിയുവോ? ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ജനാസ കുളിപ്പിക്കുന്ന സമയത്ത് നീ ആ വീട്ടിലേക്ക് ചെല്ലണേ. കുളിപ്പിക്കുന്ന റൂമിനകത്ത് കേറുമ്മാ. തലമറയ്ക്കാൻ മടിക്കുന്ന പെങ്ങള്, ഔറത്ത് മറയ്ക്കാൻ മടിക്കുന്ന പെങ്ങള്, സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഇട്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നടക്കുന്ന പെങ്ങള്, ആ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് കേറിയാ നിന്നെ പോലെ നടന്നവളുടെ കിടപ്പ് കാണാ. മേക്കപ്പ് വേണ്ട, എഴുന്നേറ്റ് ഓടണ്ട, തലമറക്കണ്ട. പടച്ചവനെ കിടക്കുന്ന കിടപ്പ് കണ്ട നീ നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ ഈ വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, മലക്കുകൾക്ക് പരിചയമുള്ളവൻ ആരെയും അറിയുവോ? അവൻ അധികാരം വേണ്ട, അവന് സമ്പത്ത് വേണ്ട, അവന് കൊട്ടാരം വേണ്ട, അവന് ഹറാമ് വേണ്ട, വളഞ്ഞ വഴിയിലൂടെ ഒന്നും സമ്പാദിക്കണ്ട. അല്ലാഹു തന്നതു മതി. മരണത്തെ കുറിച്ച് ഓർമ്മയുള്ളവനാ, ഖബറിനെ കുറിച്ച് ഓർമ്മയുള്ളവനാ, പരലോകത്തെ കുറിച്ച് ഓർമ്മയുള്ളവനാ, നരകത്തെ കുറിച്ച് പേടിയുള്ളവനാ. അങ്ങനെ ജീവിക്കുന്നവനെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഇല്ല ഉസ്താദേ, ഇതൊക്കെ നിങ്ങൾ പേടിപ്പിക്കാൻ പറയുന്നതല്ലേ, ഇതൊക്കെ വെറുതെയാണെന്ന് ചിന്തിക്കുന്ന യുവത്വമേ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, ഞങ്ങൾക്കൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും നടന്നോ, തലമറയ്ക്കണോ, തുറന്നിടണോ, ഉടുതുണിയില്ലാതെ നടക്കണോ, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ടോ? പക്ഷേ നിനക്ക് ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് അറിയുമല്ലോ? ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത്, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഈ ആയത്ത് നിനക്കറിയുമല്ലോ? എങ്കിൽ ഖുർആനിലെ അവസാനത്തെ ആയത്തേതാ? അറിയത്തില്ലല്ലോ ചെറുപ്പക്കാരാ. പെങ്ങളെ, നിനക്കറിയണമെന്നില്ല. എങ്കിലും ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്തേതെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇതല്ലാഹുവിന്റെ പ്രഖ്യാപനമാ. ഇതല്ല പറയുകയാണ്, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോകാനാടാ ചെറുപ്പക്കാരാ? പാപ്പാ എവിടെ പോകാനാ? ഓം തോടിയാ എവിടെ വരെ ഓടാനാ? അതിനൊരു പരിധിയുണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നീ എവിടെ പോകാനാണ്? എവിടെ പോയാലും എന്റെ മുമ്പിൽ തന്നെ നീ തിരിച്ചു വരുമല്ലോ, നിന്നെ ഞാൻ കൊണ്ടുവരുമല്ലോ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് ഓർമ്മപ്പെടുത്തുമ്പോ, അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയെ അല്ലാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കാനുള്ള കാരണം എന്തെന്നറിയുവോ? ദുനിയാവിനെ വലിച്ചെറിഞ്ഞു, ആഖിറത്തെ സ്നേഹിച്ചു. അവരെ മലക്കുകളെ സ്നേഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.